അവരും കുട്ടികളായിരുന്നു. പണ്ട് അതായത് നമ്മുടെ മുത്തച്ഛന്മാരും മുതുമുത്തച്ഛന്മാരുമൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് ഹിമാലയത്തിന്റെ താഴ്വരയിൽ ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു. കാശ്മീരം എന്നാണ് ആ പ്രദേശത്തെ വിളിക്കുക. മഞ്ഞുതൊപ്പി ചൂടിയ പർവ്വതനിരകളുള്ള മനോഹരമായ ആ സ്ഥലം ഇന്ത്യയിലെ സ്വർഗമത്രേ. പുഷ്പങ്ങളും ഫലങ്ങളും നിറഞ്ഞ ആ പർവ്വത പ്രദേശത്തിൽ താമസിക്കാൻ സാധിച്ചാൽ ഭാഗ്യമായി എന്ന് പലരും കരുതാറുണ്ട്. എന്നിട്ടും ആ ബ്രാഹ്മണ കുടുംബക്കാർ അവിടെ ഏറെക്കാലം താമസിക്കുകയുണ്ടായില്ല. ഒട്ടകത്തിന്റെയും മറ്റും പുറത്തു സഞ്ചരിച്ച് അവർ ഒടുവിൽ വന്നെത്തിയത് പേരുകെട്ട ഡൽഹിയിലാണ്. അവിടെ തന്നെ താമസം ഉറപ്പിക്കുകയും ചെയ്തു. രാജധാനിയിൽ ആശ്രിതന്മാരായി കൂടിയ ആ കുടുംബക്കാർക്ക് അന്നത്തെ ഡൽഹി ചക്രവർത്തി ഒരു തോടിന്റെ തീരത്തിൽ ഒരു വീടു നൽകി. തോടിന് ഹിന്ദുസ്ഥാനി ഭാഷയിൽ നഹർ എന്ന് പറയും. നഹറിന്റെ അടുത്ത് താമസമാക്കിയതിനാൽ അതിലെ അംഗങ്ങളെ നെഹ്റു കുടുംബം എന്ന് വിളിച്ചു വന്നു. ഡൽഹിയിലും അവർക്ക് സ്വൈരമായി വളരെ നാൾ പാർക്കാൻ സാധിച്ചില്ല. അങ്ങനെയാണ് നെഹ്റു കുടുംബം അലഹാബാദിലെത്തിയത്. ആ കുടുംബത്തിലെ കുട്ടികൾ മുതിർന്നു. അവർക്കും കുട്ടികളുണ്ടായി. അടുത്ത കാലത്തെ ആ തറവാട്ടിലെ പ്രമുഖമായ അംഗമായിരുന്നു മോത്തിലാൽ നെഹ്റു. അദ്ദേഹത്തിനും ഒരു പുത്രൻ പിറന്നു. നല്ല നിറവും ശരീരബലവും ബുദ്ധിശക്തിയുമുള്ള ആ ബാലനെ എല്ലാവർക്കും വലിയ ഇഷ്ടമായി. വീട്ടിലെ ഏറ്റവും വിലപിടിച്ച രത്നമായ ആ കുട്ടിക്ക് ജവഹർലാൽ എന്നു പേരിട്ടു. ജവാഹറിന് അച്ഛനമ്മമാരെ വളരെ സ്നേഹമായിരുന്നു, അതോടൊപ്പം ഭയവും. വിശേഷിച്ചും അച്ഛനെ എന്തു പേടിയായിരുന്നുവെന്നോ. 5 വയസ്സായിരുന്നപ്പോൾ ജവാഹർ അച്ഛനെ കോപിപ്പിക്കുന്ന ഒരു കാര്യം ചെയ്തു. അക്കാലത്ത് ഇന്നത്തെ പോലെ ഫൗണ്ടൻ പേനകൾ സുലഭമായിരുന്നില്ല. അച്ഛനു 2 പേനയുള്ളത് ജവാഹർ മനസ്സിലാക്കി. അവയിൽ ഒന്ന് കരസ്ഥമാക്കാൻ ആ ബാലൻ നിശ്ചയിച്ചു. അച്ഛന് ഒരേ സമയത്ത് 2 പേനയുടെ ആവശ്യമെന്താണ് എന്നായിരുന്നു മകന്റെ വിചാരം. ജവാഹർ ഒരു പേനയെടുത്തു. അധികം താമസമുണ്ടായില്ല അച്ഛൻ വന്നു പേനയെ അന്വേഷിക്കാൻ. താനാണ് അത് എടുത്തതെന്ന് പറയാനുള്ള ധൈര്യം ജവാഹറിനില്ലായിരുന്നു. അച്ഛൻ തല്ലിയാലോ? പക്ഷെ ഫലമുണ്ടായില്ല. മോത്തിലാൽ പേന അപഹരിച്ചവനെ കണ്ടുപിടിക്കുക തന്നെ ചെയ്തു. കഠിനമായി ശിക്ഷിക്കാനും മടിച്ചില്ല. അച്ഛന്റെ കോപം ശമിച്ചു കഴിഞ്ഞപ്പോൾ ജവാഹർ അമ്മയുടെ അടുത്തേക്ക് പാഞ്ഞെത്തി. അമ്മ ദയാവാത്സല്യങ്ങളോടെ മകനെ മാറോടണച്ച് ആശ്വസിപ്പിച്ചു. താൻ ചെയ്ത തെറ്റിന് ആ ബാലൻ അമ്മയോട് മാപ്പ് ചോദിച്ചു. പിന്നീട് അങ്ങനെ ഒരു തെറ്റ് ആ ബാലൻ ചെയ്തിട്ടില്ല. ആ കുട്ടി വളർന്നു മിടുക്കനായി, രാജ്യസ്നേഹിയായി, രാജ്യസേവകനായി, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി. അദ്ദേഹമാണ് ഇന്ന് ലോകമെങ്ങും കേൾവി കേട്ട പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു.